Hi students, in this class we study about the light loss factor. So what do you mean by the light loss factor? So the light loss factor is the periodic schedule and appropriate maintenance. If the periodic schedule and appropriate maintenance is very essential in maintaining the initial lighting of level. അതായത് ഒരു ഇനീഷ്യൽ ലൈറ്റിംഗ് ലെവൽ, അത് പുതിയതായിട്ട് കൊണ്ടുവന്ന ആ ഒരു ബൾബിൻ്റെ ലൈറ്റിംഗ് ലൂമൻസ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിന് പീരിയോഡിക് മെയിൻ്റെനൻസും ഒക്കെ, പിന്നെ അത് വിത്ത് പെർട്ടിക്കുലർ ഷെഡ്യൂളിൽ അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. And LLF would not be required if light output remains constant throughout the useful life. അതായത് ലൈറ്റ് ലോസ് ഫാക്ടർ അത് ആവശ്യമില്ല. അത് എപ്പോഴാണ് ഈ ലൈറ്റിൻ്റെ ആ ലൂമന് ലോസ് ചെയ്യാണ്ട് അതേപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് കുറേ കൊല്ലത്തേക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈറ്റ് ലോസ് ഫാക്ടറിൻ്റെ ഈ ഒരു ഫാക്ടറെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് വാട്ട് ഹാപ്പൻസ് ഡ്യൂ ടു സം ഡേർട്ട്, ഡ്യൂ ടു സം അറ്റ്മോസ്ഫിയറിക് പ്രോബ്ലം ആൻഡ് ഡ്യൂ ടു സം voltage flickering problem and all, this light loss factor will be there. അതായത് ഡയറക്റ്റ് പ്രോബ്ലമോ അത് ഇൻഡയറക്റ്റ് പ്രോബ്ലമോ കൊണ്ട് ഈ ലൈറ്റ് ലോസ് ഫാക്ടർ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം അതായത് അറ്റ്മോസ്ഫിയറിക് പ്രോബ്ലം കൊണ്ടും ഉണ്ടാവുക, പിന്നെ ഒരു ഇലക്ട്രിക്കൽ പ്രോബ്ലം കൊണ്ടും ലൈറ്റ് ലോസ് ഫാക്ടർ ഇവിടെ ഉണ്ടാവുക. ആൻഡ് LLF is introduced in lighting calculation to make up for expected loss of light in the lighting system. The various factors that contribute to the light loss factor the various factors that contributes to light loss factor are, first one is the recoverable losses and non-recoverable losses. So ഇവിടെ നോക്കാം, ആദ്യം റിക്കവറബിൾ ലോസസ് ഉണ്ട്, പിന്നെ നോൺ റിക്കവറബിൾ ലോസസ് ഉണ്ട്. റിക്കവറബിൾ ലോസസ് എന്ന് വെച്ചാൽ ചെറിയൊരു മെയിൻ്റനൻസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൈറ്റിൻ്റെ ആ ലൂമൻ തിരിച്ചു കിട്ടും. നോൺ റിക്കവറബിൾ ലോസസ് എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ഈ ഇലക്ട്രിക്കൽ പവർ സപ്ലൈ അനുസരിച്ചിട്ടുണ്ടാവും. വോൾട്ടേജ് വേരിയേഷൻസ്, വോൾട്ടേജ് ഫ്ലിക്കറിങ് പ്രോബ്ലം അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ ആവില്ല. സോ അത് നോൺ റിക്കവറബിൾ ലോസസ് ആണ്. സോ ഫസ്റ്റ് വി സീ അബൌട്ട് റിക്കവറബിൾ ഫാക്ടേഴ്സ്. ദ ലൂമിനറി ഡേർട്ട് depreciation, room surface dirt depreciation, lamp lumen depreciation and lumen burnout, lamp burnout. LBO അതായത് LDD lumen dirt depreciation, room surface dirt depreciation, lamp lumen depreciation and lamp burnout. So ഇത് നാലുമാണ് അതിൻ്റെ റിക്കവറബിൾ ലോസസ്. പിന്നെ നെക്സ്റ്റ് വൺ luminary dirt. First we say about luminary dirt depreciation. The greatest loss of light output is due to the dirt accumulation on the lamp. ഒരു ലാംപ്സിൻ്റെ മുകളിൽ ഡേർട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ ലൈറ്റ് ലോസ് ഫാക്ടർ ഉണ്ടാകുന്നത്. ദി പ്രോപ്പർ സെലക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഇസ് എസെൻഷ്യൽ. പ്രോപ്പർ സെലക്ഷൻ ആയാലും പിന്നെ മെയിൻ്റനൻസ് ചെയ്യുന്ന അത്യാവശ്യമാണ്. ദി എയർ കണ്ടീഷൻ സ്പേസസ് വൺസ് ഇൻ 2 years. അത് എയർ കണ്ടീഷനിലാണെങ്കിൽ 2 കൊല്ലത്തെ ഒരിക്കൽ നിങ്ങൾ ലൈറ്റൊക്കെ വൃത്തിയാക്കണം. ലൈറ്റിൻ്റെ മുകളിലത്തെ സർഫേസൊക്കെ വൃത്തിയാക്കണം. പിന്നെ നോൺ AC ആണെങ്കിൽ, നോൺ AC ഓഫീസും സ്കൂളൊക്കെ ആണെങ്കിൽ വൺസ് ഇൻ എ ഇയർ ദ മെയിൻ്റനൻസ് ഓഫ് ദി luminary is required. Industrial areas is 3 to 6 times a year and food preparation area means every week. Okay, so next one, room surface dirt depreciation. This factor takes into account the dirt or dust accumulated on the surface. So ഒരു dirt or dust ഒരു പർട്ടിക്കുലർ സർഫേസിൻ്റെ മുകളിൽ അക്യുമുലേറ്റ് ചെയ്തതിനെ കുറിച്ചിട്ടാണ് ഇത് സെലക്ട് ചെയ്യുക. എ പ്രോപ്പർ ഷെഡ്യൂൾ ഫോർ ക്ലീനിങ് ദി റിഫ്ലക്റ്റിംഗ് സർഫേസ് മസ്റ്റ് ബി ഫോളോഡ് ടു മെയിൻറ്റെയിൻ ദി റിഫ്ലക്റ്റൻസ്. സോ പ്രോപ്പർ ഷെഡ്യൂളായിട്ട് നമുക്ക് അത് മെയിൻ്റെനൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ റിഫ്ലക്റ്റൻസ് അത് എഫക്റ്റ് ചെയ്യില്ല. Next one, lamp lumen depreciation and lamp burnout. So lamp lumen depreciation is an inherent characteristic of all lamps. 2 types of lamps are there: spot relamping and group relamping. Spot relamping refers to changing of lamps as and when lamps burn out. അപ്പോൾ ലാമ്പ് ബേൺ ഔട്ട് ആയ പാടന്നെ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ലാമ്പിനെ ചേഞ്ച് ചെയ്യുക. ബട്ട് ഇത്
ഗ്രൂപ്പ് റീലാമ്പിംഗ് പറഞ്ഞാൽ ഗ്രൂപ്പ് റീലാമ്പിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റീപ്ലേസിംഗ് ഓൾ ദ ലാംപ്സ് ഇൻ എൻ ഇൻസ്റ്റാളേഷൻ ആഫ്റ്റർ ദി യൂസ്ഫുൾ ലൈഫ് പീരിയഡ് ഓഫ് ദി ലാംപ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഫാക്ടർ വെദർ ദി ലാംപ്സ് ആർ വർക്കിംഗ് ഇൻ കണ്ടീഷൻ ഓർ നോട്ട്. അതായത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ ഒരു 10-15 ലാമ്പ് ഒരു വർക്ക് ചെയ്യാതിരുന്നാൽ മാത്രമേ അവിടെ റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ. അത് സ്പോട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ലാമ്പ് ഒരു സ്പോട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സംഭവം. വീട്ടിൽ ഒരു ഹോൾ ഉണ്ടാവും, അതിലെന്തെങ്കിലും ഒരു ബൾബ് ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ ബൾബിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റോറിൽ പോയിട്ട് ഒരു LED ബൾബ് എടുത്തിട്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്യും. സോ അത് നിങ്ങൾക്ക് സ്പോട്ട് റീപ്ലേസ്മെൻറ്റ്. ബട്ട് ഇൻഡസ്ട്രീസിനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 10-60 ലാംപ്സൊക്കെ ഉണ്ടാവും. അതിൽ 1-2 ലാമ്പ് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും അതൊന്നും അവർക്ക് പ്രോബ്ലം അല്ല. ബട്ട് അത് ഗ്രൂപ്പായിട്ട് 10-15 ലാമ്പ് എന്തെങ്കിലും അത് വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ അതവർ ഗ്രൂപ്പായിട്ട് റീപ്ലേസ് ചെയ്യും. സോ ദാറ്റ് വി കോൾ ആസ് ദി ഗ്രൂപ്പ് റീപ്ലേസ്മെൻറ്റ്. സോ നെക്സ്റ്റ് വി സി ദി നോൺ റീകവറബിൾ ലോസസ്. വാട്ട് ആർ ദിസ് നോൺ റീകവറബിൾ ഫാക്ടർ? അത് ഒരിക്കലും റീകവർ ചെയ്യാൻ പറ്റാത്ത ഫാക്ടർ എന്തൊക്കെയാണ്? സോ ഫസ്റ്റ് വൺ ഈസ് ദിസ് ഇൻക്ലൂഡ് ദി ലൂമിനറി ആംബിയൻറ്റ് ടെമ്പറേച്ചർ LAT, ലോഡ് വോൾട്ടേജ് വേരിയേഷൻ. This include luminary ambient temperature, luminariൻ്റെ ambient temperature എത്രയുണ്ട്, പിന്നെ വോൾട്ടേജ് വേരിയേഷൻസ്, പിന്നെ ബലാസ്റ്റ് ഫാക്ടർ, പിന്നെ ലൂമിനറി സർഫേസ് ഡിപ്രിഷിയേഷൻ, ലൂമിനറിൻ്റെ സർഫേസിലുണ്ടാവുന്ന ഒരു ഡിപ്രിഷിയേഷൻ. സോ ഇത്രയാണ് നോൺ റിക്കവറബിൾ ലോസസ്. ദിസ് ഫാക്ടർ present those conditions of a lighting system that reduce the light output where nothing in terms of periodic maintenance can recover the loss. അതായത് എത്ര മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ലോസസ് ഒരിക്കലും റിക്കവർ ചെയ്യാൻ ആവില്ല. അതായത് ലൂമിനറി ആംബിയൻറ്റ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു ലൈറ്റ് നിങ്ങൾ ഒരു റൂമിൽ ഒരു ഫിക്സ് ചെയ്തു, ഒരു ഫ്ലൂറസൻ ലാമ്പ്. ബട്ട് ആ ആംബിയൻറ്റ് ടെമ്പറേച്ചർ പറയുമ്പോൾ അതിൻ്റെ ഒരു 27 to 35 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കും. പെട്ടെന്ന് നിങ്ങളുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ കൂടുക, ഒരു 50 to 60 ഡിഗ്രി ആകുമ്പോൾ എന്താ ചെയ്യുക, ആ ഒരു ലാമ്പിൻ്റെ ലൂമന് ഡിക്രീസ് ചെയ്തുകൊണ്ട് വരും. ലാമ്പിൻ്റെ ലൂമൻ അത് ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ അതാവത്തുള്ളൂ. 75 ഡിഗ്രി സെൻറ്റിഗ്രേഡൊക്കെ വരുമ്പോൾ അതിങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ട് വരും. ഒരിക്കലും നിങ്ങൾക്ക് അറ്റ്മോസ്ഫിയറിൻ്റെ മുകളിൽ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. ചിലപ്പോൾ അത് AC ഒക്കെ ആക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അത് റെഡിയാവും. ബട്ട് അത് നോർമലി അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, അതിൻ്റെ ലൂമൻ ഡിക്രീസ് ചെയ്തുകൊണ്ട് വരും. പിന്നെ വോൾട്ടേജ് വേരിയേഷൻസ്, അത് വോൾട്ടേജ് വേരിയേഷൻസ് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഒരു സ്റ്റെബിലൈസേഴ്സൊക്കെ വെച്ചിട്ട്. ബട്ട് ചെറിയൊരു വോൾട്ടേജ് വേരിയേഷൻസ് വരുമ്പോൾ എന്ത് വന്നാലും ലൂമൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും. സോ നെക്സ്റ്റ് വൺ ഈസ് ബലാസ്റ്റ് ഫാക്ടർ. So ballast factor can be avoided by placing an electronic ballast, but still when voltage variations comes, this ballast factor will also get affected. So these are the factors where it is not recoverable, that is light loss എന്ത് വന്നാലും ഉണ്ടാവും. ലൈറ്റ് ലോസ് ഫാക്ടർ ഇവിടെ എന്ത് വന്നാലും ഉണ്ടാവും. ഇത് ഈ ഒരു പർട്ടിക്കുലർ ലൈറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതായത് മെയിൻ്റെനൻസ് കൊണ്ട് ഒരിക്കലും കൂടെ റീപ്ലേസ് ചെയ്യാൻ ആവില്ല. So next, first is luminary ambient temperature. The variation in the ambient temperature does not have much effect on the incandescent and HID lamp. The fluorescent lamps are affected by change in ambient temperature. Fluorescence produces a peak output at about 25 degree centigrade. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25 degree centigrade to 35 degree centigrade ആ ഒരു ആംബിയൻറ്റ് ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ 25 degree centigrade ആകുമ്പോൾ അത് പീക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്തുകൊണ്ട് വരും. ഏതിൻ്റെ ഫ്ലോറസൻ ലാമ്പിൻ്റെ. HIDയും ഇൻകാൻസൻ ലാമ്പിന് ഒരു പ്രശ്നമല്ലായിരുന്നത്, ലൂമിനറി ഫ്ലോറസൻ ലാമ്പിനൊക്കെ ഇത് എഫക്ട് ചെയ്യും. നെക്സ്റ്റ് വൺ വോൾട്ടേജ് വേരിയേഷൻസ് ഫാക്ടർ. ഫോർ ഇൻകാൻസൻ ലാംപ്സ് എ വേരിയേഷൻ ഓഫ് 1% വോൾട്ടേജ് മേ കോസ് ആസ് മച്ച് ഓഫ് 3% വേരിയേഷൻ ഇൻ ലൈറ്റ് ഔട്ട്പുട്ട് ഫോർ ഇൻകാൻസൻ ലാമ്പ്. For HID and fluorescent lamp also variation in their voltage affects their output. അതായത് ഹൈ ഇൻറ്റൻസിറ്റി ഡിസ്ചാർജ് ലാമ്പ്, അതായത് മെർക്കുറി വേപ്പർ ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്, ആ ഒരു പർട്ടിക്കുലർ ലാമ്പിൽ ഒക്കെ ഈ വോൾട്ടേജ് വേരിയേഷൻസ് ഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യും. അതായത് 1% വോൾട്ടേജ് വേരിയേഷൻ ചെയ്താൽ 3% ഇത് അതിൻ്റെ ലാമ്പിൻ്റെ ലൈറ്റ് ഔട്ട്പുട്ട് വേരി ചെയ്യും.
Next one, ballast factor, ratio of light output by a commercial ballast to that of reference ballast. അതായത് ഒരു പർട്ടിക്കുലർ ബലാസ്റ്റ്, രണ്ട് ബലാസ്റ്റ് ഉണ്ടാവും, ഒരു ഇലക്ട്രോണിക് ബലാസ്റ്റും കമേർഷ്യൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ബലാസ്റ്റും. അത് രണ്ടും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ കിട്ടുന്ന ആ ഒരു ഫാക്ടർ, അത് നമ്മൾ എന്താ പറയുക, ballast factor എന്ന് പറയാം. നെക്സ്റ്റ് വൺ, luminary surface depreciation, changes in the various components used in the manufacture of luminaries can cause reduction in the light output. Due to aging, polished surface will have reduced reflectance. അതായത് ഒരു ഏജിങ് കൊണ്ട് ആ പോളിഷ്ഡ് സർഫേസിലെ റിഫ്ലക്റ്റൻസ് വളരെ കുറവായിരിക്കും. All four non-recoverable factors will depreciate the output permanently and nothing can be done to recover them. അതായത് ഈ 4 ഫാക്ടേഴ്സിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റീകവർ ചെയ്യാൻ ആവത്തില്ല എത്ര മെയിൻ്റനൻസ് ചെയ്താലും. സോ നെക്സ്റ്റ് വൺ, വി സി ദി ക്വാളിറ്റി ഓഫ് ലൈറ്റ്നിങ്. സോ ക്വാളിറ്റി ഓഫ് ലൈറ്റ്നിങ്, സോ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള ക്വാളിറ്റി ഓഫ് ലൈറ്റ്നിങ് ആണ് ഇവിടെ നോക്കാം. സോ ക്വാളിറ്റി ഓഫ് ലൈറ്റ്നിങ് ഇസ് റിലേറ്റഡ് ടു ദി മെഷർമെൻറ്റ് ഓഫ് ക്ലിയർ. സോ അതിൻ്റെ ക്ലിയറിൻ്റെ മെഷർമെൻറ്റാണ് മെയിനായിട്ട് റിലേറ്റഡ്. ആൻഡ് കളർ അപ്പിയറൻസ് ആൻഡ് മോഡലിംഗ്. The glare can be divided into two types. രണ്ട് തരത്തിലുള്ള glare ഉണ്ട്. One is direct glare and another is indirect glare. So direct glare comes into picture with all tasks with head up for position. അതായത് നിങ്ങൾ ഒരു കാറിൽ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കണ്ണട ഇട്ടിട്ടില്ല. സോ യു ഹാവ് നോട്ട് വിയർ ദി സ്പെക്സ് ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾ ബെയർ ഐസ് എന്നാണ് നിങ്ങൾ കാറ് ഓടിക്കുന്നത്, നേക്കടയിന്ന് കാറ് നിങ്ങൾ ഓടിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് ഒരു വളരെ ഹൈ ഇൻറ്റൻസിറ്റിയിൽ നിന്ന് വലിയൊരു ട്രക്ക്, അത് വലിയൊരു ഓപ്പോസിറ്റായിട്ട് വലിയൊരു ട്രക്ക് വളരെ ഹൈ ഇൻറ്റൻസിറ്റിയിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തുള്ളതൊന്നും കാണാതെ ആയിപ്പോകും. സോ അതാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഗ്ലെയർ എന്ന് പറയാം. സോ ഇതേപോലെ ഈ ഒരു ട്രക്ക് നിങ്ങളെ കാറിൽ നിന്ന് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബാക്ക് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും ഒരു ഹൈ ഇൻറ്റൻസിറ്റിയിലെ ലൈറ്റ് ഇടുകയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യും, അത് നിങ്ങളെ ബാക്ക് സൈഡ് നോക്കുന്ന ഒരു മിററുണ്ട് നിങ്ങളുടെ കാറിൽ. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ബാക്ക് സൈഡ് കാണാനുള്ളൊരു മിറർ ഉണ്ടാവും കാർ ഓടിക്കുമ്പോൾ. ആ മിററിൽ നിന്ന് തട്ടിയിട്ട് നിങ്ങളെ കണ്ണിനടിക്കുന്നതാണ് അത് എന്താ പറയുക, ദാറ്റ് ഗ്ലെയർ ഈസ് കോൾഡ് ആസ് ദി ഇൻഡയറക്റ്റ് ഗ്ലെയർ. അതിനെന്ത് ചെയ്യണം, അതിന് നിങ്ങൾ അങ്ങനെ വരുമ്പോൾ ആ മിറർ താഴ്ത്തി ഇട്ടാൽ മതി. So these are two types, that is direct glare comes into picture with all tasks with head up position. അത് നിങ്ങൾ കണ്ണിന്ന് കാണുമ്പോൾ അത് വരുന്നതാണ്. ആൻഡ് ഇൻഡയറക്റ്റ് ഗ്ലെയർ അസോസിയേറ്റഡ് വിത്ത് ടാസ്ക് ദാറ്റ് ഇൻവോൾവ്സ് ഇൻ head down position, that is reading the book. So head up പൊസിഷൻ പറഞ്ഞാൽ വൈൽ ഡ്രൈവിങ്, അതായത് നിങ്ങൾ മെയിനായിട്ട് വണ്ടി ഓടിക്കുമ്പം ഉണ്ടാവുന്ന ഒരു ഗ്ലെയറാണ് ഡയറക്റ്റ് ഗ്ലെയർ. സോ നിങ്ങൾ ബുക്ക് വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗ്ലെയറാണ് ഇൻഡയറക്റ്റ് ഗ്ലെയർ. സോ ഇവിടെ നോക്കുക, ഒരു ഡയറക്റ്റ് ഗ്ലെയറിൻ്റെ സോൺ നോക്കുക, അതായത് 45 to 90 ഡിഗ്രി. സോ ഇൻഡയറക്റ്റ് ഗ്ലെയറിൻ്റെ സോണ് 0 to 45 ഡിഗ്രി. Okay, so direct glare mainly results from two types. So direct glare mainly results from two types of source. An excessively high luminous source staring into a person's eyes so has to reduce his ability to see the task, known as the disabling glare. Example, looking straight at the high beam of the oncoming car ഓർ ദി ഇൻകമ്മിങ് കാർ. അതായത് നിങ്ങൾ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇൻകമ്മിങ് കാർ വളരെ ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാണാതെ ആവുക. അതാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഗ്ലെയർ. ആൻഡ് അതർ ടൈപ്പ് ഓഫ് ഗ്ലെയർ ഈസ് ഡ്യൂ ടു ദി പെരിഫറൽ സ്റ്റേ ലൈറ്റ്സ് ദാറ്റ് ആർ നോട്ട് നെസസറി എയിംഡ് അറ്റ് ദി ഹൈ, നോൺ ആസ് discomfort glare. The direct glare is measured in terms of visual comfort probability, which is the discomfort of direct glare. The direct glare zone is between 45 to 90 degrees centigrade, but the indirect glare zone is between 0 to 45 degrees centigrade.
സോ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഡയറക്റ്റ് ഗ്ലെയർ ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് വിഷ്വൽ കംഫർട്ട് പ്രോബബിലിറ്റി വിച്ച് ഈസ് ദി ഡിസ്കംഫർട്ട് ഫാക്ടർ ഓഫ് ദി ഡയറക്റ്റ് ഗ്ലെയർ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇവിടെ നോക്കിയാൽ മതി, ഒരു ഡയറക്റ്റ് ഗ്ലെയർ. സോ ഇത് താഴെ ഇരുന്നാണ് ഡിസബിലിറ്റി ഗ്ലെയർ. So indirect glare is the result of mirror effect of the task that reflects the light from the task to the eyes of the viewer. Most easily visualized if a mirror is placed at the task surface and the image of light fixature is seen at the normal viewing angle. This form of indirect glare is called as wheeling reflection. The indirect glare is measured in terms of equivalent sphere illumination. The indirect glare zone on other hand is between 0 to 45 degree. സോ ഇതാണ് ഇൻഡയറക്റ്റ് ഗ്ലെയർ. അതായത് നേരെ താഴെ വന്നു നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ ഇത് ഇങ്ങനെ ദൂരെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഷാഡോസ് ഒക്കെ വരും, അത് നിങ്ങൾക്കൊരു ഇൻഡയറക്റ്റ് ഗ്ലെയർ ആയിട്ട് കാണാൻ പറ്റും. സോ നെക്സ്റ്റ് വൺ വി സീ അബൌട്ട് ദി ഡിസൈൻ ഓഫ് exterior lighting system in detail. Okay.